അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു 2025 നമ്മുടെ ഫസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വർഷത്തെ പ്ലാനുകളൊക്കെ ഒന്ന് പറയാനായിട്ടാണ്. കാരണം നമ്മൾ 2024 മെയിനായിട്ടും റൈഡ്സ്, ട്രാവലിങ് അതൊക്കെയായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഈ വർഷം വലിയ മാറ്റമൊന്നുമില്ല, അത് തന്നെയാണ്. പിന്നെ എന്താണ് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ട്രാവലിങ് യാത്ര എന്ന് പറയുന്നത് മെയിനായിട്ടും സൈക്കിളിലാണല്ലോ. അപ്പോൾ ഈ വർഷം എനിക്ക് കുറച്ച് വർക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പം ഈ കേരളം നമ്മളൊരു ലോങ് റൈഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥലത്തേക്കൊക്കെ യാത്ര പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ തമാശയായിട്ട് പറയുമല്ലോ, എടാ ആദ്യം നിന്റെ പഞ്ചായത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ട് മൊത്തം ഒന്ന് കാണാം, അതിന് ശേഷം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഒരു നമ്മളൊരു ഫണ്ണി ആയിട്ട് പറഞ്ഞൊരു വാക്കല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് പഞ്ചായത്ത് മൊത്തം അരിച്ചു പറക്കി പ്രത്യേകിച്ച് അധികം ഒന്നും കാണാനില്ല. കാഴ്ചകളൊക്കെ ഉണ്ട്, കുറച്ച് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം. പുറത്തേക്കെന്ന് പറഞ്ഞാൽ വെളിയിലേക്കൊന്നുമല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ഒന്നുമല്ല, നമ്മുടെ ഔട്ട്സൈഡ് കേരള. അപ്പം അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും സൈക്കിളിൽ എവിടെ വേണമെങ്കിലും പോകട്ടോ. ഇപ്പം എന്നോട് ഇപ്പം ഒറ്റ നിപ്പിൽ കാശ്മീർ പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും, പക്ഷെ അത്ര ദിവസം മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും കേരളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾ എടുക്കുന്ന യാത്ര ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ബഡ്ജറ്റായിട്ടൊന്ന് ട്രാവൽ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് മാക്സിമം ചിലവ് കുറച്ച് ഉള്ള രീതിയിലൊക്കെ നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത്. അപ്പം ഞാൻ എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഈ വർഷം ആദ്യം തന്നെ ഒരു കർണാടക ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ ആ ഒരു ട്രിപ്പിലാണ് ഇപ്പം കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് അതുപോലെയുള്ള ബഡ്ജറ്റ് യാത്രകളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് ഈ വർഷം പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ മെയിനായിട്ടും ചെയ്യുന്നത് റൈഡ്, ട്രാവലിംഗ് ഒക്കെ ആണല്ലോ. പിന്നെ റിവ്യൂസ് കുറച്ച് പേര് ചോദിച്ചാൽ റിവ്യൂസൊക്കെ എന്ത് ചെയ്യാത്തതെന്ന്. റിവ്യൂസ് നമ്മൾ കുറേ സൈക്കിളിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യാത്ത കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്തു. പിന്നെ ഈ ഹൈ ബഡ്ജറ്റിലുള്ള സൈക്കിളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ അടുത്തൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പം അതങ്ങനെ എല്ലാവരും അത് ചെയ്തിട്ട് കുറേ പേര് പറഞ്ഞു ഈ റേറ്റ് കുറഞ്ഞതൊക്കെ ചെയ്യാൻ. നമ്മുടെ അടുത്ത് കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെയൊക്കെ ബൈക്സൊക്കെ വരുവാണെന്നുണ്ടല്ലോ ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യും. എന്തായാലും റിവ്യൂസ് ഒന്നും നിർത്തിയിട്ടില്ല കേട്ടോ, ഉറപ്പായിട്ടും നിർത്തിയിട്ടില്ല. അത് കാരണം ഞാൻ ഇതുവരെ ഇത്രയും നാളായിട്ട് 2 വർഷത്തോളമായിട്ട് കുറേ റിവ്യൂസ് ചെയ്തു. എനിക്ക് ഒരു 10-70 റിവ്യൂസ് മേളിൽ ചെയ്തെന്ന് തോന്നുന്നു. ഒറ്റ റിവ്യൂ പോലും ഒരു 5 പൈസ പോലും മേടിച്ചിട്ടില്ല കേട്ടോ, ഒന്നും പെയ്ഡ് അല്ല. അപ്പം നമുക്കൊരു ചെറിയൊരു ബൈക്കാണെങ്കിൽ പോലും അത് ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞ് ആരെയും നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ പോയി സൈക്കിൾ എടുത്തിട്ട് അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് അത് എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പറയാൻ ആരും ജെന്യുവനായിട്ട് തന്നെ പറയണം, ആ ഒരു മെൻറ്റാലിറ്റി കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പൈസ മേടിച്ച് ചെയ്യണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അങ്ങനെ പെയ്ഡ് റിവ്യൂസും ചെയ്യാനും താല്പര്യമില്ല. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ബഡ്ജറ്റ് സൈക്കിളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ബഡ്ജറ്റ് എന്നല്ല അങ്ങനെ ഒരു നല്ല എനിക്ക് നല്ലതെന്ന് തോന്നിയ സൈക്കിളൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിവ്യൂസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഏത് ബൈക്കാണ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണ്, അതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ ഉറപ്പായിട്ടും ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ താമസിച്ചെന്ന് വരും, എന്നാലും ഞാൻ 100% റിപ്ലൈ തന്നിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, ഞാൻ ആർക്കും ഇതുവരെ റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും റിവ്യൂസൊക്കെ കിട്ടുമോ, നമ്മളെന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെയ്യും കേട്ടോ, അത് നിർത്തിയിട്ടൊന്നുമില്ല. അതായത് എന്താ പറയുക, സൈക്ലിംഗ് ഒന്നും വിടുന്നില്ല. സൈക്ലിംഗ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഊർജ്ജമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്ലാനോടെ ഉണ്ട്, അതൊന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. അപ്പം അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് വരും, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഈ ന്യൂ ഇയർ ആയിട്ട് അതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം കറക്റ്റ് 1-ാം തീയതി കേട്ടോ. അന്ന് അതായത് 2025 ജനുവരി 1-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഫാമിലിയുടെ കൂടെ എല്ലാം ഇങ്ങനെ പുറത്ത് കർണാടകയിലായിപ്പോയി. ഓക്കെ, അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ.